വിസ്മയ, അവൻ ആദ്യമേ പേര് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആളിനെ ഒന്ന് കാണണമെന്ന് തോന്നിയിരുന്നു. അത് പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിലായതിൽ എനിക്ക് വിഷമമുണ്ട്. മോൾ ഇന്നലെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഞാനാ. ദർശൻ ഞങ്ങളുടെ ഏക മകനാ. ഒരുപാട് ലാളിച്ചും സ്വാതന്ത്ര്യം കൊടുത്തുമാണ് അവനെ വളർത്തിയത്. കഴിഞ്ഞ 3-4 ദിവസമായി ഫോൺ വിളിച്ചാൽ അവൻ എടുക്കുന്നില്ല. എല്ലാം വലിച്ചെറിഞ്ഞ് പെട്ടെന്ന് ദുബായിൽ നിന്ന് വരാൻ പറ്റുമോ? അങ്ങനെയാണ് ഞാൻ ജിത്തിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. എൻ്റെ മകൻ ചാനൽ ശമ്പളം പറ്റുന്നൊരു ജീവനക്കാരനാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ തൻ്റെ വിഷയം മാനസികമായി പൊരുത്തപ്പെടാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനോട് എതിർത്തൊന്നും പറഞ്ഞില്ല. അവൻ്റെ ശിഷ്ടജീവിതം അവനിഷ്ടമുള്ള പങ്കാളിയോടൊപ്പം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾ എതിര് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ തന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് അഭിമാനവും തോന്നി. മിസ് ഇന്ത്യ ആകാനോ യൂണിവേഴ്സിലാകാനോ നടക്കുന്നൊരു പെൺകുട്ടിയല്ല, മറിച്ച് നല്ലൊരു എഴുത്തുകാരി, സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടുന്ന, അഭിപ്രായം പറയാൻ കഴിവുള്ള, വ്യക്തിത്വമുള്ളൊരു പെൺകുട്ടി. അതുവരെയും ഓക്കെ. തനിക്ക് ഞങ്ങളെ ലൈഫുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും ദർശൻ, അവൻ നിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകും. കാരണം ഹീ ലൈക്സ് യു വെരി മച്ച്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിനടുത്തായി ഒരുപാട് സ്റ്റുഡൻസും ഫാമിലീസും ഒക്കെ ഉണ്ട്. അവരുടെ പ്രധാന വിനോദം നെറ്റും ചാറ്റിങ്ങും ഒക്കെയാ. ദർശൻ ഇവിടെയാണെങ്കിലും ഹീ കീപ്സ് ഗുഡ് റിലേഷൻസ് വിത്ത് ദം. 8ലും 10ലും പഠിക്കുന്ന കൊച്ചു കുട്ടികൾ അവരിങ്ങനെ ഇടയ്ക്ക് ഫ്ലാറ്റിൽ വന്നപ്പോൾ ദർശനങ്ങളുടെ വുഡ്ബിയുടെ എന്തോ നെറ്റിൽ കണ്ടെന്നോ, എന്തോ വിഷ്വൽസ് സംതിങ്. ഞാനതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. പക്ഷേ സ്ത്രീകളല്ലേ, അവൻ്റെ അമ്മയ്ക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല. കാര്യം പുറത്തൊക്കെയാണ് ജീവിച്ചതെങ്കിലും മരുമകളായി വന്നു കയറുന്ന കുട്ടിയുടെ എല്ലാവരും കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തോ ഒരു, അതിപ്പോ അങ്ങനെ കാര്യമാക്കി എടുക്കാനൊന്നുമില്ല. 10-12 വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭിണികളാവുകയും പ്രസവിക്കുകയും ചെയ്യുന്ന നാടായത്. ജനിച്ചു വീഴുന്ന കുട്ടികളുടെ ആയുസാണെങ്കിലോ 1-2 ദിവസം മാത്രം. ജനിക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ ജീവനോടെ തന്നെ കുഴിച്ചുമൂടും. ഇതൊക്കെ നടക്കുന്നത് നിങ്ങൾ കാൽച്ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൽ തന്നെയാ. തുറന്നു പിടിക്കും നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് നേരെ. എന്നിട്ട് ദൈവത്തോട് നന്ദി പറയും, ജനിച്ചു വീണത് അവർക്കിടയിൽ ആയില്ലെന്നോർത്ത്. ആരുടേതാണെന്നോ എന്താണെന്നോ അറിയാത്ത ഒരു വീഡിയോ അത് വെച്ച് വിലയിരുത്തുന്നവരെ എനിക്ക് വേണ്ട, ഒരു സഹതാപവും വേണ്ട. എനിക്കവനെ കാണണമെന്ന് തോന്നിയിരുന്നു ഒരിക്കൽ കൂടി. പക്ഷേ ഇനി അത് വേണ്ട. എന്നോടൊപ്പം ജീവിക്കാൻ ഇനി അവൻ അർഹതയില്ല.